നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. തൃക്കോട്ടൂർ പെരുമയിലൂടെ പെരുമ നേടിയ സാഹിത്യകാരനാണ് യു.എ. ഖാദർ. പലപ്പോഴും മലയാള സാഹിത്യം അത് ഉത്തരേന്ത്യൻ നഗരങ്ങളുടെയും പാശ്ചാത്യ നഗരങ്ങളുടെയും കഥയായി മാറുന്ന കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ മണ്ണിലേക്ക് കഥയെ പറിച്ചുനടുകയും ഇവിടെയുള്ള വിഷയങ്ങളെ ഉൾക്കൊള്ളിക്കുകയും ചെയ്തുകൊണ്ട് പുതിയ ഒരു ഭാവപ്രപഞ്ച കഥയ്ക്ക് സൃഷ്ടിച്ചു നൽകുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു യു.എ. ഖാദർ എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അതിവിചിത്രമായ കഥയാണ് യു.എ. ഖാദറിൻ്റേത്. കനലെരിയുന്നൊരു കഥയാണ് യു.എ. ഖാദറിൻ്റേത്. സ്വന്തം നാട്ടിൽ നിന്ന് പറിച്ചു നടപ്പെട്ട് ഇങ്ങ് കേരളത്തിലെത്തുകയും ഒട്ടേറെ തരത്തിലുള്ള മാറ്റി നിർത്തലുകൾക്ക് വിധേയനാകുകയും ചെയ്തുകൊണ്ട് മലയാള കഥാലോകത്ത് തല ഉയർത്തിപ്പിടിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ഖാദറിൻ്റേത്. കഥ ചെന്നേൽക്കുന്നത് ബർമയിലാണ്, ഇന്നത്തെ മ്യാൻമറിൽ. മ്യാൻമറിലെ മോൺ സംസ്ഥാനത്ത് റങ്കൂണിന് സമീപം ബില്ലിൻ എന്ന ഗ്രാമത്തിൽ ഇരാവതി നദിയോരത്താണ് അദ്ദേഹം ജനിക്കുകയുണ്ടായത്. അദ്ദേഹം സമ്പൂർണമായ ഒരു ബർമ്മക്കാരനാണെന്ന് പറയാൻ കഴിയുകയില്ല. അദ്ദേഹത്തിൻ്റെ പിതാവ് മൊയ്തീൻ കുട്ടി ഹാജി ഇങ്ങ് കൊയിലാണ്ടിയിൽ നിന്ന് ബർമയിലേക്ക് പോയ വ്യക്തിയാണ്. അവിടെ കച്ചവടം നടത്തുന്നതിനിടയിൽ മമൈദി എന്ന് പേരായ യുവതിയെ വിവാഹം കഴിക്കുകയും അതിലുണ്ടായ കുട്ടിയുമായിരുന്നു ഖാദർ. അപ്പോൾ ഇങ്ങ് കേരളത്തിലേക്കുള്ളൊരു പശ്ചാത്തലം അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ജനിച്ച് 3 ദിവസം പിന്നിടുമ്പോഴേക്കും അമ്മ മരിച്ചു. വസൂരി രോഗമായിരുന്നു അവർക്ക്. അതിനുശേഷം അമ്മയുടെ സഹോദരിയാണ് അദ്ദേഹത്തെ പോറ്റി വളർത്തുകയുണ്ടായത്. 7 വയസ്സുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം കേരളത്തിലേക്ക് പറിച്ചു നടപ്പെടുന്നത്. അതിൻ്റേതൊരു കാരണമുണ്ട്. 2ാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊള്ളുന്നൊരു കാലഘട്ടമാണ്. അദ്ദേഹം ജനനം നടക്കുന്ന 1935 നവംബർ 16 7 വർഷം പിന്നിടുമ്പോഴേക്കും 2ാം ലോക മഹായുധം കത്തിക്കാളുകയും ബോംബ് വർഷം, ബർമയിൽ ഒട്ടേറെ ബോംബ് വർഷം നടക്കുകയും ചെയ്തൊരു കാലഘട്ടമായി. ജപ്പാൻ നിരന്തരം ബോംബ് വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ആ പിതാവും മകനും ഓടിപ്പോരുകയാണ്. മകനെ കൊണ്ടുവരേണ്ടതില്ല, പ്രത്യേകിച്ചും ഒരു ബർമീസ് മുഖച്ഛായുള്ള ഒരു കുട്ടിയെ കേരളത്തിലേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ ഉപദേശിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ പിതാവ് മൊയ്തീൻ കുട്ടി ഹാജിയാൻ തയ്യാറായില്ല. അരാക്കൻ മലനിരകൾ താണ്ടിക്കൊണ്ട് പോർ വിമാനങ്ങളുടെ ഇരമ്പലിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ആ കുട്ടിയുമായി അദ്ദേഹം കേരളത്തിലെത്തുകയായിരുന്നു. ചിറ്റഗോങ്ങിലെ അഭയാർത്ഥി ക്യാമ്പിൽ ഈ കുട്ടിയെ ഏൽപ്പിച്ച് അദ്ദേഹത്തിന് പോരാമായിരുന്നു. ആരും ഒന്നും ചോദിക്കില്ല. പക്ഷെ തൻ്റെ മകനെ, താൻ ജന്മം നൽകിയ മകനെ അങ്ങനെ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ ഉപേക്ഷിച്ച് പോരുവാനായിട്ട് ആ പിതാവ് തയ്യാറായില്ല. ആ മകനെയും എടുത്തുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് പോരുകയായിരുന്നു. മലനിരകൾ പിന്നിട്ടുകൊണ്ട് അവിടെ നിന്നുള്ള യാത്രയാണ് പിന്നീട് അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സംഗതി, ആദ്യകാല ജീവിത പരിസരം അദ്ദേഹത്തിൻ്റെ ബർമയിലേതാണ്. 7 വയസ്സ് കഴിയുമ്പോഴാണ് അദ്ദേഹം ഇവിടേക്ക് വരുന്നത്. ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് മലയാളം അറിയില്ല. അദ്ദേഹത്തിൻ്റെ പ്രത്യേക രീതിയിലുള്ള രൂപഭാവം കൊണ്ട് അദ്ദേഹത്തെ കൂട്ടുകാരനാക്കുവാനായിട്ട് കുട്ടികൾക്ക് താല്പര്യമില്ല. എന്നിട്ട് സ്വന്തം വീട്ടിൽ പോലും ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയാണ് അദ്ദേഹത്തിന് ഉണ്ടാവുകയുണ്ടായത്.
ആ കുട്ടി ആലോചിച്ചു, ചിറ്റഗോങ്ങിലെ അഭയാർത്ഥി ക്യാമ്പ് ആയിരുന്നുവല്ലോ ഇതിലും ഭേദം എന്ന പോലും ആ കുട്ടിക്ക് ചിന്തിക്കേണ്ടി വരികയുണ്ടായി. വീട്ടിലും നാട്ടിലും തികഞ്ഞ ഒറ്റപ്പെടലാണ് അനുഭവിക്കുകയുണ്ടായത്. പലരും ഇദ്ദേഹത്തെ ചൈനക്കാരൻ എന്നാണ് വിളിച്ചിരുന്നത്. മറ്റു കുട്ടികളൊക്കെ തന്നെ ചൈനക്കാരൻ എന്ന് പറഞ്ഞാണ് വിളിച്ച് കളിയാക്കിയിരുന്നത്. ആ കുടുംബത്തിൽ തന്നെ ഒരംഗമല്ലാത്ത രീതിയിലുള്ള ഒരു നിലപാടാണ് അദ്ദേഹത്തിന് തോന്നുകയുണ്ടായത്. ഈ കുടുംബത്തിലെ ആളല്ലല്ലോ താൻ എന്ന തോന്നൽ അദ്ദേഹത്തിന് പലപ്പോഴും അദ്ദേഹത്തിനുണ്ടായി. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തോൽവി സമ്മതിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. തന്നെ ഒറ്റപ്പെടുത്തുന്ന ആ ഘട്ടത്തിൽ അദ്ദേഹം അഭയം തേടുകയുണ്ടായത് പുസ്തകങ്ങളിലാണ്, അക്ഷരങ്ങളിലാണ്. ആ അക്ഷരമാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൂട്ടായി മാറുകയും അദ്ദേഹം ഒരു വലിയ കഥാകാരനായി മാറുവാൻ വഴിവെക്കുകയും ചെയ്തു എന്നാണ് യാഥാർത്ഥ്യം. പലപ്പോഴും ഒറ്റപ്പെടൽ അനുഗ്രഹമാണ്. നമ്മുടെ വലിയ ചിന്തകൾ തുറക്കുവാനും അതോടൊപ്പം തന്നെ പുസ്തക വായനയിലേക്കും മറ്റും കടക്കുവാനും ഒക്കെയുള്ള ഏറ്റവും വലിയ ഒരു അവസരമായി നമ്മൾ ആ ഒറ്റപ്പെടൽ കാണേണ്ടതുണ്ട്. അത് കൃത്യമായി നിറവേറ്റുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാണ് യാഥാർത്ഥ്യം. അദ്ദേഹം പലതും കുത്തിക്കുറിച്ച് തുടങ്ങി. അതിനിടെ പഠനം നടക്കുകയുണ്ടായി. കൊയിലാണ്ടിയിലെ ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്നാണ് പഠനം നടത്തുകയുണ്ടായത്. ആ പഠനം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം മദ്രാസ് കോളേജ് ഓഫ് ആർട്സിൽ ചിത്രകലയ്ക്ക് ചേരുകയുണ്ടായി. പക്ഷെ അത് കൃത്യമായ രീതിയിൽ മുഴുമിപ്പിച്ചു എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയുകയില്ല. പക്ഷേ ബിരുദം നേടുവാൻ അദ്ദേഹത്തിന് കഴിയുകയുണ്ടായി. ഈ മദ്രാസിൽ പോയപ്പോൾ അദ്ദേഹത്തിനുണ്ടായ പ്രധാനപ്പെട്ട ഗുണം, അദ്ദേഹം അവിടെ വെച്ച് കെ എ കൊടുങ്ങല്ലൂരിനെ കാണുന്നു, എം ഗോവിന്ദനെ കാണുന്നു, ടി പത്മനാഭനെ കാണുന്നു. അദ്ദേഹത്തെ ഈ സാഹിത്യവുമായി ബന്ധപ്പെട്ട വ്യക്തികളെ ഒത്തു കാണുവാനും അത്തരത്തിലൊരു ചിന്ത മുന്നിലേക്ക് നയിക്കപ്പെടുവാനും അത് ഉപകരിച്ചു എന്നാണ് യാഥാർത്ഥ്യം. ഇതിൻ്റെ സി എച്ച് മുഹമ്മദ് കോയയെ പരിചയപ്പെടുന്നു. അപ്പോൾ ഈ സാമൂഹ്യ പ്രവർത്തകരുമായിട്ടുള്ള സാഹിത്യകാരന്മാരുള്ള ബന്ധം അദ്ദേഹത്തെ ഉയർന്ന ചിന്തയിലേക്ക് നയിച്ചു എന്നാണ് യാഥാർത്ഥ്യം. സി എച്ച് മുഹമ്മദ് കോയ അദ്ദേഹത്തിന് ബാല്യകാല സഖി എന്ന് പറയുന്ന നോവൽ സമ്മാനിച്ചു. അത് വായിക്കാൻ തുടങ്ങി. അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയൊരു അംഗീകാരമായി അദ്ദേഹത്തിന് തോന്നുകയുണ്ടായി. 1952 അദ്ദേഹത്തിൻ്റെ ആദ്യ കഥ അച്ചടിച്ചു വരുന്നത്. 1952 ചന്ദ്രിക ആഴ്ചപ്പതിപ്പിൽ ബാലപംക്തിയിൽ ആദ്യ കഥ അദ്ദേഹത്തിൻ്റെ പുറത്തു വന്നു. വിവാഹ സമ്മാനം എന്നായിരുന്നു പേര്. പിന്നീട് അദ്ദേഹം നിരന്തരം എഴുതി തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ആ എഴുത്തിനോട് ആളുകൾക്ക് താല്പര്യം തോന്നി തുടങ്ങി. തന്നെയുമല്ല അതിനെ പ്രോത്സാഹിപ്പിക്കാനും ആളുകളുണ്ടായി. അങ്ങനെ അദ്ദേഹം പിന്നീട് മുന്നോട്ട് പോവുകയാണ്. 1952 അദ്ദേഹം നിലമ്പൂരിൽ ഒരു മരക്കമ്പനിയിൽ ഗുമസ്തനായി മാറി. 1957 മുതൽ ദേശാഭിമാനി ദിനപത്രത്തിൽ പ്രപഞ്ചം വാരികയുടെ ദേശാഭിമാനി ദിനപത്രത്തിൽ പ്രപഞ്ചം വാരിക എന്നൊരു വാരിക ഉണ്ടായിരുന്നു അവർക്ക്. ആ പ്രപഞ്ചം വാരികയുടെ ഒരു സഹപത്രാധിപരായി മാറി. പിന്നീട് ആകാശവാണിയിലേക്ക് അദ്ദേഹം ചേക്കേറി. കോഴിക്കോട് നിലയത്തിൽ അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. ആ കാലഘട്ടത്തിലൊക്കെ തന്നെ ഇപ്പോൾ ആകാശവാണി പ്രവർത്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് ഒട്ടേറെ സാഹിത്യകാരന്മാരുമായി ബന്ധപ്പെടുവാനും ഒക്കെയുള്ള വലിയൊരു സാഹചര്യം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. കക്കാട് അടക്കമുള്ള ആളുകളുമായിട്ടുള്ള പരിചയമൊക്കെ അവിടെ വെച്ചാണ് തുടങ്ങുന്നത്. തുടർന്ന് മെഡിക്കൽ കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെറ്റേണൽ ആൻഡ് ചൈൽഡ് വാർഡിൽ അദ്ദേഹം ജോലി ചെയ്തു. ഗവൺമെൻറ് ആശുപത്രിയിൽ അദ്ദേഹം ജോലി ചെയ്തു. 90-ൽ അദ്ദേഹം സർക്കാർ സർവീസിൽ വിരമിക്കുകയുണ്ടായി. ഇതാണ് അദ്ദേഹത്തിൻ്റെ കർമ്മ മണ്ഡലമായി നമുക്ക് കാണുവാൻ കഴിയുക. ഈ സർവീസിൽ നിന്ന് വിരമിക്കുന്നവരെ അദ്ദേഹം മാറിച്ചേർത്തുള്ള അറിവും പരിജ്ഞാനവും ഒക്കെ തന്നെ പിന്നീട് അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെ പ്രസരിപ്പിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെതായി കഥാസമാഹാരങ്ങളുണ്ട്, ലേഖനങ്ങളുണ്ട്, നോവലുകളുണ്ട്, എന്തിന് യാത്രാവിവരണം പോലുമുണ്ട്. അങ്ങനെ 40-ലേറെ കൃതികളാണ് അദ്ദേഹത്തിൻ്റെതായി രംഗത്ത് വരികയുണ്ടായത്. അവസാന ഘട്ടത്തിൽ അദ്ദേഹം കോഴിക്കോട് പൊക്കുന്നിലെ അക്ഷര എന്ന ഭവനത്തിലായിരുന്നു താമസം. 5 മക്കളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഭാര്യ ഫാത്തിമ ബീവി ശ്വാസകോശ അർബുദം മരിച്ചാണ് പിന്നീട് അദ്ദേഹം മരണപ്പെടുന്നത്. 2020 ഡിസംബർ 22-നായിരുന്നു ഡിസംബർ 12-നായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. കൊയിലാണ്ടിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുകയുണ്ടായത്. സാമാന്യ ദീർഘമായിട്ടുള്ള ഒരു കാലഘട്ടം അദ്ദേഹം ജീവിതം കൊണ്ടാടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ കൊണ്ടാടൽ തീർച്ചയായിട്ടും
സമൂഹത്തിന് അനുഗുണമായ രീതിയിൽ തന്നെയാണ് വർത്തിക്കപ്പെടുകയുണ്ടായത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു മുഖചിത്രം എടുക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക അദ്ദേഹം ഒരു നോവലിസ്റ്റാണ്, ചെറുകഥാകൃത്താണ്, ചിത്രകാരനാണ്, പത്രാധിപരാണ്, സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അങ്ങനെ വ്യത്യസ്ത തുറകളിൽ അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ അദ്ദേഹം സൃഷ്ടികളുടെ ഏറ്റവും വലിയ സവിശേഷത നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ മലയാള സാഹിത്യം എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ നഗരങ്ങളുടെ ജീവിതവും സാധാരണക്കാർ അന്യവൽക്കരിക്കപ്പെടുന്ന രീതിയിലുള്ള ഭാഷാപ്രയോഗവും മലയാളത്തിൻ്റെ മണ്ണിൽ കഥയെ നടക്കുന്നില്ല എന്ന രീതിയിലുള്ള ചില കാഴ്ചപ്പാടുകളും അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയെക്കുറിച്ചോ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളെക്കുറിച്ചോ അതിൻ്റെ പശ്ചാത്തലത്തിൽ കഥ എഴുതിയാൽ മാത്രമേ മഹത്വം ആർജിക്കപ്പെടൂ എന്നുള്ള ധാരണയും ശക്തമായി നിലനിന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. മണ്ണിൻ്റെ മണമുള്ള കഥകൾ നമുക്കുണ്ടായിരുന്നില്ല ഒരു കാലഘട്ടത്തിൽ എന്ന് വേണം പറയാം. പക്ഷേ ആ മണ്ണിൻ്റെ മണമുള്ള കഥകളെ തിരിച്ചുപിടിക്കുകയും തൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളെയെല്ലാം ചേർത്ത് വയ്ക്കുകയും ചെയ്തുകൊണ്ടുള്ള സൃഷ്ടികർമ്മങ്ങളാണ് അദ്ദേഹം നടക്കുകയുണ്ടായത്. ചെറുപ്പത്തിനെ കുറിച്ച് കാര്യങ്ങൾ നമ്മൾ പറയുകയുണ്ടായി. വലിയ രീതിയിലുള്ള അരാജകത്വമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുകയുണ്ടായത്. അദ്ദേഹത്തെ ചൈനക്കാരൻ എന്ന് വിളിച്ച് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ചപ്പിയ മൂക്കൻ എന്നൊക്കെയാണ് അദ്ദേഹത്തെ പരിഹസിച്ച് വിളിച്ചിരുന്നത്. സർവ്വമേഖലയിൽ തളച്ചിലായിരുന്നു. അപ്പം ഇതിൽ നിന്നൊക്കെ ഉൾക്കൊള്ളുവാൻ ഇതിൽ നിന്നൊക്കെ മാറി നടക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം വായനയിലേക്കും സമീപത്ത് കാണുന്ന മറ്റിടങ്ങളിലേക്കും അദ്ദേഹം പ്രവേശിക്കുകയുണ്ടായത്. അദ്ദേഹത്തിൻ്റെ കഥകളുടെ ഏറ്റവും വലിയ പ്രത്യേകത പുരാവൃത്തങ്ങൾ അദ്ദേഹത്തിന് വലിയ താല്പര്യമാണ്. പുരാവൃത്തങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള അത് പ്രതിപാദിച്ചുകൊണ്ടുള്ള സൃഷ്ടികൾ, അതിൻ്റെ പ്രതിപാദന രീതിയിലും പിൻപറ്റുന്ന വ്യത്യസ്തമായിട്ടുള്ള ശൈലികൾ, അതാണ് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളുടെ ഏറ്റവും പ്രത്യേകത. പ്രത്യേകിച്ചും അദ്ദേഹം ഒരു മുസൽമാനാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അദ്ദേഹം ഹൈന്ദവ മിത്തുകളിൽ അദ്ദേഹം വലിയ രീതിയിൽ താല്പര്യം കാട്ടിയിരുന്നു. ഹൈന്ദവ മിത്തുകൾ ഒരുപക്ഷെ ഇന്ന് ഇപ്രകാരം ഹൈന്ദവ മിത്തുകളിൽ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് വലിയ വിവാദങ്ങൾക്ക് വഴി വെച്ചേക്കാം. പക്ഷേ ഈ ഖാദറിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഹൈന്ദവ മിത്തുകൾ ഊന്നിക്കൊണ്ടുള്ള ഒട്ടേറെ സൃഷ്ടികൾ അദ്ദേഹം നടത്തിയുണ്ടായിട്ടുണ്ട്. കാവും തെയ്യവും ഭൂതപ്പൊരുളുകളും ആചാരാനുഷ്ഠാനങ്ങളും നാടോടി വിജ്ഞാന വഴിയും എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ഇതെല്ലാം ഒരു മിത്താക്കി മാറ്റിക്കൊണ്ട് കാവും തെയ്യവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്കേ കേരളത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സൃഷ്ടികർമ്മങ്ങളിലൂടെയാണ് അദ്ദേഹം മുന്നോട്ട് പോവുകയുണ്ടായത്. വളരെ ശ്രദ്ധേയമായ സൃഷ്ടികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ചില സൃഷ്ടികളുടെ പേരുകൾ നമുക്ക് പരാമർശിക്കാം. അഘോരശിവം, കൃഷ്ണമണിയിലെ തീനാളം, തൃക്കോട്ടൂർ കഥകൾ, കഥ പോലെ ജീവിതം, തൃക്കോട്ടൂർ പെരുമ, ഒരു പടകാളിപ്പെണ്ണിൻ്റെ ചരിത്രം, നടവരമ്പുകളിലൂടെ, ഖുറൈഷിക്കൂട്ടം, സർപ്പസന്തതി, ചങ്ങല, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സൃഷ്ടികൾ, വ്യത്യസ്ത മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സൃഷ്ടികൾ. ഇതിൽ ചങ്ങല എന്ന് പറയുന്ന സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത് ഇതൊരു മുസൽമാന്മാരുടെ ഒരു ഇന്ദുലേഖയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ദുലേഖയെ പോലെ തന്നെയുള്ള മുസ്ലിം സമുദായത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു സൃഷ്ടിയാണ് ചങ്ങല എന്ന് പറയുന്ന സൃഷ്ടി. അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള സൃഷ്ടികളാണ് അദ്ദേഹം അതിൽ വരച്ച് കാട്ടിയത്. തൃക്കോട്ടൂർ പെരുമ എന്ന് പറയുന്ന സൃഷ്ടിയെ സംബന്ധിച്ച് അതിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും രണ്ടും അദ്ദേഹത്തിന് അതിൻ്റെ ഭാഗമായി ലഭിക്കുകയുണ്ടായി. ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയ ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. നമ്മൾ സൂചിപ്പിച്ച പോലെ തൃക്കോട്ടൂർ പെരുമയ്ക്ക് കിട്ടിയ കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, SK പൊറ്റേക്കാട് അവാർഡ്, അബുദാബി അവാർഡ്, CH മുഹമ്മദ് കോയ അവാർഡ്, മലയാറ്റൂർ അവാർഡ് തുടങ്ങിയ എണ്ണം പറഞ്ഞ അവാർഡുകളെല്ലാം തന്നെ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നതും ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. പക്ഷേ സാഹിത്യ ലോകത്ത് നിന്ന് പോലും അദ്ദേഹത്തിന് ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വന്നു എന്നാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ സാഹിത്യ ലോകത്ത് നിന്ന് അന്യവൽക്കരിക്കപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ അത് അനന്യമായ സൃഷ്ടികളാണ് നടത്തുകേണ്ടത്. ഒരു ബർമീസ് വംശജനെ അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ള മുഖമുള്ള ഒരു വ്യക്തിയെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥ
നമ്മളിൽ സംജാതമാകുമ്പോൾ, നമ്മുടെ ആളുകളിൽ സംജാതമാകുമ്പോൾ, നമ്മുടെ കുട്ടിക്കൂട്ടങ്ങളിൽ സംജാതമാകുമ്പോൾ, നമ്മുടെ പൊതു ഇടങ്ങളിൽ സംജാതമാകുമ്പോൾ, സാഹിത്യലോകം സംജാതമാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മൾക്ക് എവിടെയോ പിശക് പറ്റുന്നുണ്ട് എന്നുള്ളത്. ആ പിശക് നമ്മൾ യു എ ഖാദറിനോട് ധാരാളം കാട്ടി എന്ന യാഥാർത്ഥ്യം. പക്ഷേ അതിനെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റേതായ തലങ്ങളിലൂടെ സഞ്ചരിക്കുകയും തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാഴ്ചപ്പാടുകൾ ഊന്നിക്കൊണ്ട്, അത് തെയ്യമാകട്ടെ, തെറയാകട്ടെ, ഹൈന്ദവ മിത്തുകളാകട്ടെ, ഇസ്ലാം കാഴ്ചപ്പാടുകളാവട്ടെ, തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാഴ്ചപ്പാടുകൾ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം അതിശക്തമായ രീതിയിൽ പ്രയാണം നടത്തുകയും അതിനനുസൃതമായ സൃഷ്ടികൾ നടത്തുവാനും അദ്ദേഹം ശ്രദ്ധിക്കുകയും ചെയ്തെടുത്താണ് അദ്ദേഹത്തിൻ്റെ വിജയപാത എന്നതുകൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ്. ഒരുപക്ഷെ സാധാരണഗതിയിൽ ഇപ്രകാരം അന്യവൽക്കരിക്കപ്പെട്ട ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരം ഒരു തലത്തിലേക്ക് നടന്നു കയറുവാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. പക്ഷേ യു എ ഖാദർ വ്യത്യസ്തമായ രീതിയിലൂടെ അദ്ദേഹം തൻ്റെ സൃഷ്ടികർമ്മങ്ങളിലൂടെ അതിശക്തമായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് അദ്ദേഹം തൻ്റേതായ ഭാഷയിൽ, തൻ്റേതായ അറിവിൽ, തൻ്റേതായ കാഴ്ചപ്പാടിൽ, തനിക്ക് ചുറ്റുമുള്ളത് താൻ ഉപയോഗിക്കുന്ന ഭാഷ, അദ്ദേഹം എഴുതിയ ഭാഷ നൂതനത്വത്തിൻ്റെ ഭാഷയൊന്നുമല്ല. അദ്ദേഹം എഴുതിയ ഭാഷ സാധാരണക്കാരൻ്റെ, അടിസ്ഥാന വർഗത്തിൻ്റെ, തൃക്കൂട്ടർ പെരുമ എഴുതുമ്പോൾ തൃക്കോട്ടൂർക്കാരുടെ ഭാഷ, ആ ഭാഷയാണ് അദ്ദേഹം അവലംബിക്കുകയുണ്ടായത്. അല്ലെങ്കിൽ ശാസ്ത്രീയമായ ഭാഷകളോ അല്ലെങ്കിൽ അതിൽ മറ്റു രീതിയിലുള്ള പ്രത്യേക രീതിയിലുള്ള ഒരു ഉപരിവർഗ ഭാഷയോ അദ്ദേഹം അതിൽ ഉപയോഗിക്കുകയുണ്ടായില്ല. എന്താണോ യാഥാർത്ഥ്യം അത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് രീതിയിലുള്ള കർമ്മങ്ങളിലൂടെയാണ് അദ്ദേഹം ചരിക്കുകയുണ്ടായത്. അത് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾക്ക് വലിയ അളവിൽ ജനപ്രതിപത്തി നേടുവാൻ കഴിഞ്ഞു എന്നാണ് യാഥാർത്ഥ്യം. നാടൻ കഥാപാത്രങ്ങൾ, സ്വന്തം നാട്ടിലെ കഥാപാത്രങ്ങൾ, അവിടെയുള്ള ദൈവങ്ങൾ, അവിടെയുള്ള കോമരങ്ങൾ, ഇതിലൂടെയാണ് കഥ സഞ്ചരിക്കുന്നത്. അതേ കഥാപരിസരങ്ങൾ, തൃക്കോട്ടൂർ എന്ന് പറയുമ്പോൾ തൃക്കോട്ടൂർ എന്ന് പറയുന്ന ആ പ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കഥാപരിസരവും കഥാപാത്രങ്ങളും അവരുടെ ജീവിതം തെളിയിച്ചുകൊണ്ടാണ് ആ കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ടായിരുന്നു എന്നുകൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയാണ്. വലിയ അനുഭവ സമ്പത്തുള്ള എഴുത്തുകാരനായിട്ട് അദ്ദേഹം, ഈ രീതിയിലുള്ളൊരു അനുഭവ സമ്പത്തുള്ള എഴുത്തുകാരൻ മലയാളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാൻ കഴിയും. ആരാണ് പ്രകാരം ബർമയിൽ ജനിച്ച് അല്ലെങ്കിൽ വേറൊരു രാജ്യത്ത് ജനിച്ച് അവിടെ നിന്ന് അഭയാർത്ഥിയായി ഈ മണ്ണിലേക്ക് കടന്നു വരികയും ഇവിടെ നിന്ന് പൊരുതിക്കൊണ്ട് തൻ്റെ ഒറ്റപ്പെടലിൽ നിന്ന് അതിനതിജീവിക്കാൻ വേണ്ടി പുസ്തകങ്ങളുമായി കലഹിച്ചുകൊണ്ട്, പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയും ആ പുസ്തകത്താളുകളിലൂടെ സ്വന്തം സൃഷ്ടികർമ്മത്തിലേക്ക് നടന്നെടുക്കുകയും ആ സൃഷ്ടികർമ്മങ്ങൾ ഒരു സമൂഹത്തെ മുഴുവൻ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യുന്ന അത്തരം ധീരമായ കഥ പറയുവാനുള്ള വേറെ ഏത് സാഹിത്യകാരനാണ് കേരളത്തിൻ്റെ മണ്ണിലുള്ളത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അവിടെയാണ് യു എ ഖാദർ അനന്യമാകുന്നത്. അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ ലോകം അംഗീകരിക്കുന്ന തലത്തിലേക്ക് അത് കയറി പോകുന്നത്. അതിമനോഹരമായ സൃഷ്ടിയാണ് അദ്ദേഹത്തിൻ്റെത്. അത് എത്രമാത്രം അത് ജനങ്ങളിൽ എത്തിയിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇനിയും എത്തേണ്ട സംഗതികളുണ്ട്. അദ്ദേഹം ഈ അടുത്ത കാലത്താണ് മരിക്കുകയുണ്ടായത്, 2020 മരിക്കുകയുണ്ടായത്. പക്ഷേ ഇനിയും അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളെക്കുറിച്ചുള്ള വലിയ രീതിയിലുള്ള പഠനം നമുക്ക് നടത്തേണ്ടതുണ്ട്. ആ പഠനം തീർച്ചയായിട്ടും നമ്മളുടെ കാഴ്ചപ്പാടുകളിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. അതായത് ബുദ്ധിജീവി സാഹിത്യകാരന്മാരുടെ തലത്തിലേക്ക് അദ്ദേഹം ഒരിക്കലും കയറി ഇരുന്നിട്ടില്ല. അങ്ങനെ ഒരു ഇടം അദ്ദേഹം വേണ്ട എന്ന് വയ്ക്കുകയുണ്ടായത്. അദ്ദേഹത്തെ സംബന്ധിച്ച് തൻ്റെ തൊടികൾ, തൻ്റെ ജീവിതങ്ങൾ, അദ്ദേഹത്തിൻ്റെ പിതാവ് വിവാഹം കഴിച്ച് 2ാം വിവാഹം കഴിച്ചു. 2ാം അമ്മയുടെ വീടിന് സമീപമുള്ള അമ്പലങ്ങളും തൊടികളും ബന്ധപ്പെട്ട സംഗതികളും ഒക്കെ അദ്ദേഹം മനസ്സിലേക്ക് ആവാഹിച്ചെടുത്തുകൊണ്ടാണ് അദ്ദേഹം കഥ സൃഷ്ടിക്കുകയുണ്ടായത്. അവിടെ അദ്ദേഹം ഒരു മുസൽമാൻ്റെ റോളല്ല അദ്ദേഹം എടുക്കുകയുണ്ടായത്. ഹൈന്ദവ മിത്തുകളെയാണ് അദ്ദേഹം കൂടുതൽ ഇഷ്ടപ്പെടുകയുണ്ടായത്. ഹൈന്ദവ മിത്തുകളിൽ ഊന്നിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ കഥകളും നോവലുകളും ഒക്കെ തന്നെ വലിയ രീതിയിൽ ജനങ്ങളെ ആവിഷ്കരിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ മിത്തുകളെക്കുറിച്ച് ഇത്രയും മനോഹരമായി എഴുതിയിട്ടുള്ള ഒരു ഹൈന്ദവ സാഹിത്യകാരൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയുന്നത്. അവിടെയാണ് യു എ ഖാദറിൻ്റെ പ്രസക്തി വളരെയേറെ മുന്നോട്ട് പോകുന്നത്. അതിൽ അദ്ദേഹം വിജയിച്ചു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. വേണ്ടത്ര അംഗീകാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമ്പൂർണ്ണമായി ഇല്ല, സമ്പൂർണ്ണമായി നമുക്ക് പറയാൻ കഴിയില്ല അദ്ദേഹത്തിന് എല്ലാ രീതിയിലുള്ള അംഗീകാരവും ലഭിച്ചു എന്നത്. പക്ഷേ അദ്ദേഹത്തിനും അംഗീകരിക്കപ്പെടുന്ന രീതിയിലുള്ള, അദ്ദേഹത്തെ അംഗീകരിക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഇവിടെ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്.
പലരും അദ്ദേഹത്തെ കൈപിടിച്ച് നടത്താൻ സഹായിച്ചു. CH മുഹമ്മദ് കോയ പോലെയുള്ളവർ അദ്ദേഹത്തെ കൈപിടിച്ച് ഉയർത്താൻ ശ്രമിച്ചു. മറ്റു പലരും അദ്ദേഹത്തെ തടയുവാൻ ശ്രമിച്ചു. അങ്ങനെ വ്യത്യസ്തമായ രീതികളിലൂടെയാണ് അദ്ദേഹം മുന്നോട്ട് പോവുകയുണ്ടായത്. അദ്ദേഹത്തിന് പിന്നീട് അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന് താൻ ജനിച്ചു വളർന്ന നാട്ടിലേക്ക് ഒരു യാത്ര നടത്തുവാൻ ആഗ്രഹം തോന്നുകയും അവിടേക്ക് അദ്ദേഹം ഒരു യാത്ര നടത്തുകയും ചെയ്ത ഒരു ചരിത്രം കൂടിയുണ്ട്. അപ്പോൾ ആ യാത്ര ചെന്ന് അവസാനിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു യാത്രാവിവര ഗ്രന്ഥത്തിലാണ്. ഓർമ്മയുടെ പഗോഡ എന്ന് പറയുന്ന ഒരു ആ തലത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ആ യാത്ര. ഓർമ്മയുടെ പഗോഡ എന്ന് പറയുന്ന ആ ഒരു യാത്രാ വിവരണം വലിയ രീതിയിൽ ആകർഷിക്കപ്പെടുന്ന ഒന്നാണ്. അത്ര മനോഹരമായി തന്നെ അതിൻ്റെ ക്രാഫ്റ്റ് അത്രയും മനോഹരമായി തന്നെ അത് സൃഷ്ടിക്കപ്പെട്ടിരുന്നു എന്നതുകൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടി പോകേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ അനുഭവങ്ങളാൽ സമൃദ്ധമായ, അനുഭവങ്ങളുടെ ഉൾപ്പിരിവുകൾ താണ്ടിയുള്ള വലിയ രീതിയിലുള്ള സൃഷ്ടികൾ അദ്ദേഹത്തിന് നടത്തുവാൻ കഴിഞ്ഞു. പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ഒരു വക്താവായിരുന്നു, പ്രവർത്തകനായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. എന്തായാലും സാഹിത്യലോകവുമായി അടുത്ത ബന്ധം പുലർത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹം ആവുന്നത്ര ശ്രമിച്ചു. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. UA ഖാദറിൻ്റെ സ്മരണ തന്നെ നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒന്നാണ്. ഏത് പ്രതിസന്ധിയിൽ നിന്നും കരകയറിക്കൊണ്ട് ആ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്താമെന്നും ആ മുഖ്യധാരയിൽ എത്തുമ്പോൾ ഈ സമൂഹം തന്നെ ആദരിക്കുമെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് പകർന്നു തരുന്ന ഒരു വ്യക്തിത്വമാണ് UA ഖാദറിൻ്റേത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് മുന്നിൽ നമുക്ക് നമിക്കാം. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.